JSK സിനിമ വിവാദത്തിൽ കേന്ദ്ര സെൻസർ ബോർഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിർമ്മാതാക്കൾ. ജാനകിക്ക് ഇനീഷ്യൽ ചേർത്ത് സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കും. CBFC നിർദ്ദേശിച്ചതുപോലെ കോടതി രംഗങ്ങളിൽ രണ്ടിടത്ത് ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. സെൻസർ ബോർഡ് അനുമതിക്കായി സിനിമയുടെ പുതിയ പതിപ്പ് ഉടൻ സമർപ്പിക്കും. രണ്ടു കൂട്ടർക്കും സാർ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി, ആദരണീയനായ കേന്ദ്രമന്ത്രിക്ക് ശ്രീ സുരേഷ് കുമാർ ഒരു നിവേദനം ഇൻഡസ്ട്രിയുടേതായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് പോലെ ഇതിനകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പൊളിച്ചെഴുത്ത് മാത്രമല്ല, വളരെ സെൻസിബിലിറ്റിയുള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എനിക്കറിയാവുന്നത് റിവൈസിങ് കമ്മിറ്റിക്ക് മുകളിൽ ഒരു അതോറിറ്റി വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മയപ്പെട്ടതെങ്ങനെ? ഇനി നമ്മൾ അറിയാതൊരു റിവൈസിങ് കമ്മിറ്റി പിന്നെയും ഓൺലൈനായിട്ടോ വല്ലതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VS അനോജ് ആണ് ചേരുന്നത്. VS അനോജ്, എന്തായാലും ഇപ്പോൾ ഈ സെൻസർ ബോർഡിന്റെ തീട്ടൂരത്തിന് വഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ സംഭവിച്ചത്? തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജാനകി എന്ന സിനിമയുടെ സെൻസറുമായി ബന്ധപ്പെട്ട വലിയ വിവാദം, അത് ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ചൊരു സമവായ നീക്കം അല്ലെങ്കിൽ ഒരു സമവായ തീരുമാനം വന്നിരിക്കുന്നു എന്ന് പറയാം. അതായത് ഈ സിനിമയുടെ 96ഓളം കട്ടുകൾ വേണമെന്നുള്ള ഒരു നിർദ്ദേശം സെൻസർ ബോർഡ് ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ സെൻസർ ബോർഡ് ഏതായാലും ആ പിടിവാശി ഉപേക്ഷിച്ചിരിക്കുന്നു. പകരം രണ്ട് രംഗങ്ങളിൽ ജാനകി എന്ന പേര് ഉച്ചരിക്കപ്പെടുന്ന രണ്ട് രംഗങ്ങളിൽ അത് മ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്ന് സത്യവാങ്മൂലം നൽകിയ സെൻസർ ബോർഡ് പറഞ്ഞ ചില വിചിത്രമായ കാര്യങ്ങൾ എന്ന തരത്തിലേക്ക് വിമർശനം വന്ന ചില വാദങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു കഥാപാത്രം, അവർ ലൈംഗികാതിക്രമം നേരിട്ട ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെ രക്ഷിക്കാൻ വരുന്നത് മറ്റൊരു മതസ്ഥനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. പ്രതിഭാഗം വക്കീൽ അല്ലെങ്കിൽ പ്രതിഭാഗം അഭിഭാഷകൻ മറ്റൊരു മതസ്ഥനാണ്. ഇവർ ക്രോസ് വിസാരം സമയത്ത് നടത്തുന്ന പരാമർശങ്ങൾ അത് സീതാദേവിയെ സംബന്ധിച്ചുള്ള ഒരു പവിത്രതയെ കൂടെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങൾ കൂടെ സെൻസർ ബോർഡ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ ഒരു ഇടപെടലോടുകൂടെ ഇതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഈ 96 കട്ടുകൾ വേണ്ട, പകരം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിലേക്ക് പേര് മാറ്റാൻ തീരുമാനിച്ചു. പകരം 2 സീനുകളിൽ മ്യൂട്ട് അടക്കം ഉള്ള മോഡിഫൈഡ് വേർഷൻ സമർപ്പിക്കണം. അത് സമർപ്പിച്ചതിന് ശേഷം 3 ദിവസത്തിനകം സെൻസർ നൽകാമെന്ന് സെൻസർ ബോർഡ് സമ്മതിച്ചു. ഏതായാലും ഇതെല്ലാം അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രോസസ്സുകൾ നടന്നതിന് ശേഷം അടുത്ത ബുധനാഴ്ച ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ച് ഇക്കാര്യം പരിഗണിക്കും. ഏതായാലും സിനിമാ ലോകത്ത് നിന്ന് ഒന്നടങ്കം ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പിന്തുണയുണ്ടായിരുന്നു. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഇന്ന് പറഞ്ഞത് ഇതൊരു വലിയ സാംസ്കാരിക പ്രശ്നമാണ്, ഇതൊരു സമവായം മാത്രമാണ്, ഇതൊരു പോസിറ്റീവായ തീരുമാനമായി കാണാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സിനിമയുടെ സംവിധായകൻ പറഞ്ഞത് ഒരു കലാകാരൻ എന്ന നിലയിൽ നിരാശനാണ്, പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമ റിലീസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം ഇതിലെ ഈ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രമുഖ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഇതുവരെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല. ഏതായാലും ജാനകി എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ ഒരു സമവായ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ശരി VS അനോജ്, എന്തായാലും ജാനകി എന്ന സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ഒരു വിവാദം നിലനിൽക്കുകയായിരുന്നു, അതിലാണിപ്പോൾ ഇന്ന് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ വിവരങ്ങളാണ് VS അനോജ് നൽകിയത്.